കഴിഞ്ഞ ദിവസമാണ് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങിയത്. നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. വലിയ ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. പുസ്തകം വാങ്ങാൻ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുകയും ചെയ്തത്. എന്തായാലും പുസ്തകത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ മൂല്യച്യുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തന്റെ നിലപാട് കൃത്യമായി എഴുതി ചേർക്കാൻ കുഞ്ഞികൃഷ്ണന് പുസ്തകത്തിലൂടെ കഴിഞ്ഞു എന്നാണ് നമുക്ക് പുസ്തകം ഒറ്റനോട്ടത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുസ്തകത്തിന്റെ അലിയൊലികൾ അത്ര പെട്ടെന്നൊന്നും പ്രത്യേകിച്ച് പയ്യന്നൂരിൽ അടങ്ങാൻ സാധ്യതയില്ല. വരും ദിവസങ്ങളിലും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ച പയ്യന്നൂരിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. പാർട്ടിയുടെ എല്ലാ തിട്ടൂരങ്ങളെയും മറികടന്ന പാർട്ടി സഖാക്കൾ പോലും പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എത്തിയത് പാർട്ടി നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തുന്നതും അലോസരപ്പെടുത്തുന്നതും. എന്തായാലും എല്ലാ പാർട്ടി വെല്ലുവിളികളെയും മറികടന്ന കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന ആളുകൾ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ കാഴ്ചയ്ക്ക് പയ്യന്നൂർ സാക്ഷിയായി. പയ്യന്നൂരിന്റെ മണ്ണ് വലിയ പോരാട്ടങ്ങൾക്ക് പേരുകെട്ട മണ്ണാണ്. ഗാന്ധിയുടെ ഉപ്പുകുറുക്കൽ സമരമടക്കം പയ്യന്നൂർ കടപ്പുറത്ത് നടന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ഏടുകളിൽ ഒന്നാണ്. അതേ പയ്യന്നൂരിൽ ഗാന്ധി ഉപ്പുകുറുക്കിയ പയ്യന്നൂരിന്റെ മണ്ണിൽ CPM-നകത്ത് ഒരു പടപ്പുറപ്പാടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും ഹോമിച്ച ധനരാജിന്റെ പേര് പറഞ്ഞു പിരിച്ച രക്തസാക്ഷി ഫണ്ട് പാർട്ടി നേതാക്കന്മാർ സ്വന്തം കീശയിലേക്ക് മാറ്റിയെന്നാണ് കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞത്. കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ചെറുതല്ലാത്ത വിധം ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ചെങ്കൊടി പ്രസ്ഥാനത്തെ ഭയന്ന പാർട്ടി നേതാക്കന്മാരുടെ മുഖത്തു നോക്കി രക്തസാക്ഷി ഫണ്ട് കട്ടോ നിങ്ങൾ നേതൃത്വമേ എന്ന് ചോദിക്കാൻ ഭയക്കുന്ന പാർട്ടിക്കാർ അവരുടെ ഭയം എല്ലാം തുറന്നു കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭയത്തിന് ഒരു മറുമരുന്നിടുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അതുതന്നെയാണ് കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രതീക്ഷ. കുഞ്ഞികൃഷ്ണൻ തുറന്നുവിട്ട ഭൂതം ഏതു തരത്തിലായിരിക്കും പയ്യന്നൂരിലെ പാർട്ടിയെ പിടിച്ചുലയ്ക്കാൻ പോകുന്നത്? CPM-ന്റെ പൊന്നാപരം കോട്ട ഏത് കൊലക്കൊമ്പനെ കൊണ്ട് കോൺഗ്രസ് മത്സരിപ്പിച്ചാലും ഒരിളക്കം പോലും തട്ടാത്ത പയ്യന്നൂരിലെ CPM-ന്റെ ചെങ്കോട്ട തകർക്കാൻ ഇത്തവണ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലൂടെ കോൺഗ്രസിന് കഴിയുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും പയ്യന്നൂർ പോലെയുള്ള പാർട്ടി കോട്ടക്കൊത്തളങ്ങളിലേക്ക് കടന്നുകയറാൻ കോൺഗ്രസിന് ലഭിച്ച സുവർണാവസരമാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. ആ പുസ്തകത്തിന്റെ ഓരോ ഏടുകളും മറച്ചു നോക്കുമ്പോൾ പാർട്ടി അണികൾക്ക് തങ്ങളുടെ പാർട്ടിക്ക് തങ്ങൾ വിശ്വസിച്ച ചെങ്കൊടി പ്രസ്ഥാനത്തിന് പറ്റിയ തെറ്റെന്താണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം ഉണ്ടാകുമോ എന്നും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ തിരുത്തുമോ, അതോ പാർട്ടി കുഞ്ഞികൃഷ്ണനിലൂടെ വീണ്ടും, അല്ലെങ്കിൽ പാർട്ടി കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തകത്തിലൂടെ പാർട്ടിക്ക് ബോധോദയം ഉണ്ടാകുമോ? വിശദമായി പരിശോധിക്കാം. PS സൗപർണികയാണ് കൂടെയുള്ളത്. അതായത് പയ്യന്നൂരിലെ CPM-ന്റെ എക്കാലത്തെയും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ് കുഞ്ഞികൃഷ്ണൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറങ്ങിയിരിക്കുന്നു. നേതൃത്വത്തെ അണികൾ തിരുത്തത്തെ എന്നാണ് ആ ആത്മകഥയുടെ പേര്. ആ പുസ്തകം പുറത്തിറങ്ങിയത് പയ്യന്നൂരിലെ CPM-ന്റെ എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് പയ്യന്നൂരിൽ ഇത്തരത്തിലൊരു ഇതര പാർട്ടിക്കാരുടെ വേദി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ആ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. അപ്പോൾ ചില കൈരളി ഉൾപ്പെടെയുള്ള CPM-ന്റെ മാധ്യമങ്ങൾ, ദേശാഭിമാനി ഉൾപ്പെടെ പറയുന്നത് കോൺഗ്രസുകാരും RMP-ക്കാരും അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ശരിയാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്ന CPM-ന്റെ അണികൾ ആ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഒഴുകിയെത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ കുഞ്ഞികൃഷ്ണനെ പയ്യന്നൂരിലെ CPM അണികൾ നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ ഒരു നേർസാക്ഷ്യമായി മാറുകയാണ്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വെച്ച കാര്യം അതൊരു ചെറിയ കാര്യമല്ല. എന്തായാലും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്ക് പൊള്ളുന്ന, പാർട്ടിക്ക് നോവുന്ന കാര്യങ്ങളാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ഇത്തരത്തിൽ നേതൃത്വത്തെ തിരുത്താൻ ഇറങ്ങിയ അണികളായിരുന്നു ഒഞ്ചിയത്തുണ്ടായിരുന്നത്. ആ അണികൾക്ക് നേതൃത്വം നൽകിയ TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻകാല CPM നേതാവിനെ, പിന്നീട് RMP-യുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയെ 51 വെട്ടുവെട്ടിയാണ് CPM അണി തിരുത്താനുള്ള അദ്ദേഹത്തിന്റെ നീക്കത്തിന് മറുപടി കൊടുത്തത്. തൊട്ടുപുറത്ത് ഒഞ്ചിയത്തിരിപ്പുറത്തെ കൊയിലാണ്ടിയിൽ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന NV ബാലകൃഷ്ണൻ, ഇന്ന് അദ്ദേഹം ചാനൽ ചർച്ചകളിലെ പ്രധാന വ്യക്തിത്വങ്ങളാണ്, CPM-ന് എതിരെ സംസാരിക്കുന്ന വ്യക്തിത്വമാണ്. ആ NV ബാലകൃഷ്ണൻ നേതൃത്വത്തെ വെല്ലുവിളിച്ച് നേതൃത്വത്തിന്റെ പൊയ്മുഖം തുറന്നു കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു CPM നേതൃത്വം ചെയ്ത്. തൊട്ടുപുറത്ത് തളിക്കുളത്തും കുന്നംകുളത്തും അടക്കം പാർട്ടി നേതൃത്വത്തിന്റെ മൂല്യച്യുതിക്കെതിരെ സംസാരിച്ച ആളുകൾക്ക് പാർട്ടിക്ക് പുറത്തേക്ക് വഴി കാണിച്ച് പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചതാണ് നമ്മൾ കണ്ടത്. ഇതാദ്യമായി അല്ല. കണ്ണൂർ ജില്ലയിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച MV രാഘവൻ എന്ന് പറയുന്ന CPM നേതാവിനെ പാർട്ടിയുടെ വ്യതിചലനത്തിൽ, പാർട്ടിയുടെ നയവ്യതിയാനത്തിനെതിരെ
സംസാരിച്ചതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച ചരിത്രം കേരള രാഷ്ട്രീയത്തിനുണ്ട്. ആലപ്പുഴ ജില്ലയിൽ CPM-ന്റെ കോട്ടക്കൊത്തളമായ വലിയ ചുടുകാട് സ്ഥിതി ചെയ്യുന്ന, പുന്നപ്രയും വയലാറും സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ CPM-ന്റെ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കാൻ ത്യാഗോജലമായ പോരാട്ടം നടത്തി ഒരുപാട് പോലീസിന്റെ കൊടിയമർദ്ദനമിടയായി ഗർഭപാത്രം പോലും പുറത്തു ചാടിയ KR ഗൗരി എന്ന് പറയുന്ന വനിതാ നേതാവിനെ പാർട്ടിക്കകത്ത് നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചത് കേരളം കണ്ടതാണ്. VB ചെറിയാനെ പോലെയുള്ള നേതാക്കന്മാരെ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താക്കിയത് കേരളം കണ്ടത്. ഇത്തരത്തിൽ CPM-നെതിരെ വിരൽ ചൂണ്ടിയ, CPM-ന്റെ മൂല്യച്യുതിക്കെതിരെ, CPM-ന്റെ അഴിമതികൾക്കെതിരെ, CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, CPM-ന്റെ ധിക്കാരത്തിനെതിരെ, ധാർഷ്ട്യത്തിനെതിരെ വിരൽ ചൂണ്ടിയ ആളുകളെല്ലാം പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച് പുറത്തേക്ക് പറഞ്ഞയച്ച കേരള രാഷ്ട്രീയത്തിലെ CPM-ന്റെ ചരിത്രം കേരളം കണ്ടതാണ്. സമാനമായ അവസ്ഥ ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് കട്ടത് ചോദ്യം ചെയ്ത, കട്ടത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ പിറ്റേ ദിവസം പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കേരളം കണ്ടതാണ്. എന്തായാലും നേതൃത്വത്തെ അണികൾ തിരുത്തത്തെ എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തു വരുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ CPM-നെ അലോസരപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇല്ല, CPM-നെ ഈ പുസ്തകം പൂർണ്ണമായി വെട്ടിലാക്കി എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. എനിക്ക് തോന്നുന്നില്ല നേതൃത്വത്തെ അണികൾക്ക് തിരുത്താൻ പറ്റുന്ന പാർട്ടിയാണ് നിലവിൽ CPM എന്ന്. ഒരു കാലത്തും ചേട്ടൻ പറഞ്ഞതുപോലെ ഒരുപാട് തവണ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞവരെല്ലാം ഇല്ലാതാക്കിയ ചരിത്രമാണുള്ളത്. എനിക്ക് തോന്നുന്നു V കുഞ്ഞികൃഷ്ണൻ ഇവരൊപ്പം നിർത്തിയിരുന്നത്, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഇത്ര പെട്ടെന്ന് പുറത്താക്കാതിരുന്നുവെങ്കിൽ ഇത്രത്തോളം ഒരു പിന്തുണ കുഞ്ഞികൃഷ്ണന് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ പുസ്തക പ്രകാശനത്തിൽ ഈ പറഞ്ഞ പോലെ ആർഎംപിക്കാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറം ഇടത് ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു, CPM-കാരുണ്ടായിരുന്നു. ഇപ്പോഴും പയ്യന്നൂരിലെ ഒരു വിഭാഗം മനുഷ്യർ കുഞ്ഞികൃഷ്ണനൊപ്പമാണ്. അതിനൊരു കാരണമുണ്ട്. കുഞ്ഞികൃഷ്ണൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തെറ്റ് തിരുത്താനാണ് ശ്രമിച്ചത്. ഈ പറയുന്ന പോലെ നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണല്ലോ പറയുന്നത്. അണികളെല്ലാം അങ്ങനെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അന്ധമായി അടിമയല്ലാത്തവരെല്ലാം കുഞ്ഞികൃഷ്ണനൊപ്പം നിലനിർത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് കഴിഞ്ഞ ദിവസവും കണ്ടത്. ഈ പറയുന്ന പോലെ ഒരു പുസ്തകത്തെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടില്ല എങ്കിൽ എന്തിന്റെ പേരിലാണ് ഇവർ ഭയപ്പെടുന്നതെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതുപോലെ തന്നെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, വിവിധ ഫണ്ട് തട്ടിപ്പിലൂടെ പാർട്ടിക്ക് 91.22 ലക്ഷം രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അന്നത്തെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തെറ്റ് ചെയ്തവരോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത്. ഇത്തരത്തിൽ പാർട്ടിക്ക് നടന്ന, അല്ലെങ്കിൽ പറയുന്ന പാർട്ടി അണികൾക്കപ്പുറം കേരളത്തിലെ പൊതുസമൂഹം അറിയാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിന്റെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന പോലെ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. ഈ പറഞ്ഞ തിരുത്തണം, മാറ്റം വരണം, CPM നാശത്തിലേക്ക് പോവുകയാണെന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. അത് അംഗീകരിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ആദ്യമേ ഇദ്ദേഹത്തെ പുറത്താക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ഈ പറയുന്ന പോലെ ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു നിലപാട്, ഇപ്പോഴും പറയുന്ന ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നല്ലോ, ആ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ പുറത്താക്കാതെ ഇരുന്നു എങ്കിൽ ഇത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ഇനി പറയുന്ന പോലെ TP ചന്ദ്രശേഖരനും MV രാഘവനും ഗൗരിയമ്മയ്ക്കും ഒക്കെ ഉണ്ടായ ഒരു വിധിയാണോ ഉണ്ടാകാൻ പോകുന്നൊരു ചോദ്യമുണ്ട്. കാര്യം പാർട്ടി CPM ആണ്. എതിർത്തവരെ അല്ലെങ്കിൽ എതിർക്കുന്നവരെ ആരെയും അവർ അംഗീകരിക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണികൾക്ക്, ഇടതുമുന്നണി ഒഴിച്ച് ബാക്കി രണ്ട് മുന്നണികൾക്ക് ഒരു അനുകൂലമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ പുസ്തകം കൊണ്ട് എത്തിക്കുന്നതിനുള്ള യാതൊരു സംശയമില്ല. കാര്യം കുഞ്ഞികൃഷ്ണൻ പാർട്ടി ഒന്നും മാറിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം ആദ്യം പറയുന്നു, അല്ലെങ്കിൽ തട്ടിപ്പിനെ പറ്റി പറയുന്നു, പിന്നീട് പുസ്തകം പുറത്തിറങ്ങുന്നു. ഈ പുസ്തകം പൂർണ്ണമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പാർട്ടിക്ക്. തീർച്ചയായും പയ്യന്നൂർ പോലെയുള്ള CPM-ന്റെ പൊന്നാപുരം കോട്ട ഒരു കൊലകൊമ്പൻ വന്നാലും ഇളകില്ല എന്ന് CPM-ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന, കാരണം അത്രത്തോളം CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് പയ്യന്നൂർ എന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. ഏത് തരംഗം ആഞ്ഞടിക്കുന്ന കാലത്തും 2001-ലെ UDF-ന്റെ സുനാമി കേരളത്തിൽ ആഞ്ഞടിച്ചപ്പോഴും കോട്ടക്കൊത്തളം പോലെ CPM-നെ കാത്തു സംരക്ഷിച്ച മണ്ണാണ് പയ്യന്നൂരിന്റെ മണ്ണ്. ആ രക്തസാക്ഷികളുടെ മണ്ണിൽ ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കുമെന്നും കോൺഗ്രസിന് പോലും അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പയ്യന്നൂർ പോലെയുള്ള CPM-ന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള, തൂണിലും തുരുമ്പിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമുള്ള ആ പയ്യന്നൂരിന്റെ മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞികൃഷ്ണന് ഒരു അനക്കം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അത് പയ്യന്നൂരിലെ CPM-ന്റെ അടിവേരറുക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിനും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിനും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്കും പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ പോറലേൽപ്പിക്കാൻ കഴിയുമോ എന്നെല്ലാം നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒഴുകിയെത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല.
അതുകൊണ്ട് തന്നെ പയ്യന്നൂരിലെ CPM-ന്റെ അടിത്തറ ഭദ്രമായിരിക്കുമോ, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന നേതാവാണ് അല്ലെങ്കിൽ നേതാവായിരുന്നു കുഞ്ഞികൃഷ്ണൻ തെളിയിക്കേണ്ടത് കാലമാണ്. അതും കാലം തെളിയിക്കണമെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പയ്യന്നൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ.